എല്ലാവർക്കും ലിപ്രി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ വേറൊരു കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാളായില്ലേ ജാനുവിനെ വീഡിയോയിൽ കണ്ടിട്ട്, കുറച്ച് ദിവസമായില്ലേ. ജാനു ഹായ് പറഞ്ഞു കൊടുത്തേ, ഒരു ഹായ് പറഞ്ഞു ജാനു. ഹായ് ഫൈ. ആ അതെ, ഇവിടെ വേറൊരാളും കൂടി ഉണ്ട് നമ്മുടെ കൂടെ. ഇത് വസുവിന്റെ ഒറിജിനൽ വരുന്നിട്ടാ, വസിഷ്ഠാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പൊ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ വസ്തു നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ബിരിയാണിയുടെ കൂടെ ഉള്ളതാണ് കോമ്പിനേഷൻ. അതായത് ബിരിയാണിയും അയില റോസ്റ്റും. ബിരിയാണിയും അയില റോസ്റ്റാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ, അപ്പോൾ അയില വെച്ചിരിക്കുന്നതൊക്കെ ഒരു പ്രത്യേക വേറൊരു ഇതിലാണ്. എങ്ങനെയുണ്ട് വസു നമ്മുടെ അയില റോസ്റ്റ്? എങ്ങനെ ഉണ്ടാവും? കേട്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്? എന്നാ പിന്നെ നമുക്കൊന്ന് കഴിക്കാൻ പോയാലോ? കഴിക്കാൻ നോക്കിയാലോ? ജാനു ഇറങ്ങി ഓടുന്നു. ജാനു കഴിക്കാൻ പോവാ? ബിരിയാണി വേണാ? കഴിക്കാൻ പോവാ? ഓടിക്കോ, എന്നാ ഓടിക്കോ, ബിരിയാണി കഴിക്കോ, ഓടിക്കോ. ഇതിൽ ബിരിയാണി റൈസ് വെക്കുന്നത് സാധാ പോലെ തന്നെയാണ്. അതായത് വേറെ പ്രത്യേകിച്ച് സ്പെഷ്യൽ റെസിപ്പി ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഇതിൽ അയിലക്കറിയിലാണ് സ്പെഷ്യൽ റെസിപ്പി ഞങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത്. കറി ആവുമ്പോ പല സ്ഥലങ്ങളിലും ചാറോട് കൂടിയിട്ട് വെക്കുക. അപ്പൊ നമ്മുടെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറി ആയിട്ടല്ല, റോസ്റ്റ് ആയിട്ട് ഇത്തിരി സ്പൈസി ആയിട്ടുള്ള റോസ്റ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ റെസിപ്പി ഞങ്ങൾ 1 മിനിറ്റിൽ കാണിക്കാം. നമ്മൾ അയില സ്ലൈസ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റും അതുപോലെ തന്നെ മുളക് പൊടിയും പിന്നെ ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ചെറുനാരങ്ങ നന്നായി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അത് എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മീൻ അതിലേക്കിട്ട് കുറച്ച് നേരം ഫ്രീസറിൽ കയറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് മീൻ നമ്മൾ നേരെ എടുത്ത് വറുത്തു. അതായത് വറുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ടല്ല വറുത്തിരിക്കുന്നത്, നല്ല അതായത് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ. പിന്നെ നമ്മൾ സാധാരണ സവാള വഴറ്റിയെടുത്തു. അതിൻ്റെ കൂടെ ഇത്തിരി തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് നന്നായി വഴറ്റിയെടുത്തു. നല്ല രീതിക്ക് വഴറ്റിയെടുത്തിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തു. നമ്മൾ ലാസ്റ്റ് ചെയ്തിരുന്നല്ലോ പഴംപൊരിയും ബീഫ് റോസ്റ്റും. അതുപോലെ വേറൊരു കോമ്പിനേഷനാണ് ഞങ്ങൾ ഇന്ന് ട്രൈ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ ഇതുവരെ ഒരിക്കലും കേട്ടിട്ടൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരു സ്പെഷ്യലായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ അയില മീൻകാരൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു ആശയം വന്നത്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കേണ്ട വഴിയൊക്കെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിന് മുമ്പ് വസ്തു നമുക്ക് കഴിക്കണ്ടേ? എനിക്കെന്തായാലും നല്ല വിശക്കുണ്ട്. എനിക്കോ? ഉച്ചയ്ക്ക് നല്ല വെട്ടിയതാണേ. ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല, ഇതൊക്കെ ഉണ്ടാക്കാനായിട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പം എന്തായാലും വിശപ്പ് തോന്നുന്നില്ലല്ലോ. അയ്യോ നഷ്ടമായെന്ന് പറയുന്നില്ലേ? കഴിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പിടിക്കായിരുന്നു വാസു പറയുന്നത്. പല്ലെവിടെ പോയേ? ഈ പല്ലെങ്ങനെ പോയേ? അങ്ങനെ. അപ്പൊ എന്തായാലും ജാനു കിടക്കുക. ജാനു എങ്ങനെയുണ്ട് വാസു ബിരിയാണി? അപ്പം എന്തായാലും ഞങ്ങൾ പാചകമൊക്കെ കഴിഞ്ഞ് വിളമ്പി കഴിഞ്ഞിട്ടുണ്ട്. ടെസ്റ്റിങ്ങിൻ്റെ ഒരു പരിപാടിയാണ് ഇന്ന്. ഞങ്ങൾക്ക് ടെസ്റ്ററായിട്ട് പുതിയൊരാളെ 2 പേരാണ് പുതിയതായിട്ട് കിട്ടിയിട്ടുള്ളത്. വസുവിൻ്റെ അമ്മേനെയും കിട്ടിയിട്ടുണ്ട്. ചേച്ചി, ബിരിയാണിയും അയില റോസ്റ്റും എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഒരു കോമ്പിനേഷൻ മുമ്പ് കേട്ടിട്ടുണ്ടോ? ജെന്യുവൻ ആയിട്ട് വരണം, ഒറിജിനൽ ടേസ്റ്റ് ആണെങ്കിലാ. നീ ടേസ്റ്റ് ചെയ്യാ ആദ്യം. എങ്ങനെയുണ്ട്? എരിവുണ്ടാ? എങ്ങനെയുണ്ട്?
ബിരിയാണി ബിരിയാണി ബസ് ചേട്ടൻ കൊടുക്കാനാ. നല്ല എരിവുണ്ട് ബസ്. എന്തായാലും എരിവുള്ള കാരണം ഈ ചോറിന്റെ കൂടെ നല്ല ടേസ്റ്റ് തിന്നാൻ പറ്റും. എങ്ങനെയുണ്ട് കോമ്പിനേഷൻ? കോമ്പിനേഷൻ സൂപ്പറാണ്. അല്ല നമ്മൾ പ്രതീക്ഷിച്ചില്ല അങ്ങനെ അയില അതിന്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ടോ. അതെ, ഇന്ന് രാവിലെ അയില മേടിച്ചപ്പോൾ വെറുതെ തോന്നിയൊരു കോമ്പിനേഷനാണ്. എന്നുവെച്ചാൽ കുറച്ച് ബിരിയാണി ചോറും അയില റോസ്റ്റും വെച്ച് നോക്കിയാലോ എങ്ങനെ ഇരിക്കും. സാധാരണ നമുക്ക് എപ്പോഴും മാക്സിമസ് ആയിട്ടുള്ളൊരു മീനാണല്ലോ. അപ്പോൾ എന്തായാലും സക്സസ്ഫുള്ളായി. അതെ, നമ്മുടെ പഴംപൊരിയും ബീഫും പോലെ തന്നെ അയിലയും ബിരിയാണിയും അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുണ്ട്. എന്തായാലും ഇഷ്ടമായിട്ടാണ്. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു നന്നായിരിക്കും. ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയില നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് വെക്കുന്നത് കാണിച്ചല്ലോ. ആ വെക്കുന്നത് വെച്ചിട്ട് നമ്മൾ പറയും അതെന്താ അങ്ങനെ പറഞ്ഞേ? എരിവ് ഇത്തിരി കൂട്ടിയിട്ട് തന്നെയാ. വേറെ ഒന്നല്ല, ആ മീനിന്റെ മണം ഒന്ന് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്പൈസി റെസിപ്പി തന്നെയാണ് ചെയ്തത്. അത് സത്യം പറഞ്ഞ മസൂനെ ആലോചിച്ചില്ല, അതാണ് പ്രശ്നമായത്. അതെ. അപ്പം എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറൊരു കിടിലൻ കോമ്പിനേഷനായിട്ട് ഞങ്ങൾ എന്തായാലും വീണ്ടും വരും. അപ്പം എന്തായാലും ഇന്നത്തെ ടാറ്റ കൊടുക്കുകയാണോ ഞാനും? കൊടുത്തോ. വസു ചേട്ടൻ എന്താ പറയാനുള്ളത്? എല്ലാവർക്കും ബൈ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു. എന്തിട്ട് ചാനൽ എഡിറ്റ്